നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 125 മില്ലിൻ്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/4 കപ്പ് അളവിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് ഞാനിപ്പോൾ ഇവ രണ്ടുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബദാം മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ല കാഷ്നട്ടാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ആവാം. ഇവ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് ഉള്ളെങ്കിൽ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1/4 കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 10 രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 10 രൂപയുടെ ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ബ്രാൻഡും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വലിയ ബോട്ടിലോ അല്ലെങ്കിൽ വലിയ പാക്കറ്റോ ആണ് ഉള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്കായ പൊടിയായിട്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ടൈമിൽ ഒരു 2-3 ഏലക്കായ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട്. ഇനി ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 3 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാനായി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുഴുവനായിട്ട് പാലിനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടോട്ടൽ ഇപ്പം 1 ലിറ്റർ അളവിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളക്കാനായി വെക്കാം. പാലിപ്പം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെയും കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു രീതിയിൽ തന്നെ 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് തിക്നെസ്സൊക്കെ ഇരിക്കുന്നത്. ഇനി നമ്മളിത് ചൂടാറാനായി മാറ്റി വെക്കുക. നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് തണുത്ത് സെറ്റാവാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തണുപ്പ് വേണ്ടെന്നാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നില്ല, അങ്ങനെ തന്നെ ചൂടാറാനായി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഇനി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. കസ്കസ് നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ടാപ്പിൻ്റെ ചുവട്ടിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അല്ലാതെ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴുകിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം പെട്ടെന്ന് തന്നെ സോക്കായി വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിട്ട് തന്നെ സോക്കായി വരും. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്ന് സോക്കായി വരും. ഇനി നമ്മൾ നട്ട്സ് അടിച്ചെടുത്ത അതേ ജാർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറീസ് എടുക്കുമ്പോൾ നല്ല കളറുള്ള ചെറീസ് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. പാലിന് പകരം നിങ്ങൾക്ക് നോർമൽ വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ഏതാണോ താല്പര്യം അത് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ചെറീസ് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തണുക്കാതെയാണ് വേണ്ടതാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ചൂടാറി വന്നാൽ മതിയാവും. റൂം ടെമ്പറേച്ചറിൽ ആയതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ച ചെറീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറീസിൻ്റെ മിക്സ് ഉണ്ടാക്കിയല്ലോ, അത് എല്ലാ വശത്തും നന്നായിട്ട് തന്നെ ആവണം. അവിടെ കട്ട പിടിച്ച് നിൽക്കരുത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തണ്ണിമത്തൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആപ്പിളോ മാങ്ങയോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നട്ട്സൊക്കെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കസ്കസ് ആണെങ്കിലും കണ്ടല്ലോ, അവിടെ ഇത്തിരി കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് അങ്ങോട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാവും. ഈ ഒരു രീതിയിലാണ് നമുക്ക് തിക്നെസ് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിവിടെ കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറവായി തോന്നുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെറീസൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറീസ് ചേർത്തതിൻ്റെ ശേഷമാണ് മധുരം ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഒരുപാട് കയറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറീസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ മധുരമൊക്കെ ഓവറായാൽ പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ട് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ എല്ലാതും പാകത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ തണുപ്പില്ലാതെ എടുക്കാം. പിന്നെ ഒന്നുകൂടെ ഒക്കെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നട്ട്സും ചെറീസും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. സമ്മറിലാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. നമ്മൾ പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ വരുന്ന കസ്കസും നട്ട്സും ചെറീസും ഒക്കെ തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് കയറി ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഒക്കെ കൂടി കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ
നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ അതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക്